ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ബിഗ് ബോസ് സീസൺ 7 പ്രോമോ എന്താ പറയുക, നമ്മൾ ഒരു 3 days മുമ്പ്, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡായി കണ്ടൻറ്റ് ചെയ്യുന്ന ചാനലൊക്കെ തന്നെ എന്താ പറയുക, ആ ഒരു പ്രോമോനെ കുറിച്ച് അവരുടേതായ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രോമോ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് പ്രിഡിക്ഷൻ ലിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. മിക്ക സീസണുകളിലും പ്രിഡിക്ഷൻ ലിസ്റ്റിൽ വരുന്ന എന്താ പറയുക, ഭൂരിഭാഗം ആളുകളും ആ ഒരു ഷോയിൽ കണ്ടസ്റ്റൻ്റായി വരുന്ന ഒരു സംഭവം നമ്മൾ കാണാറുണ്ട്. അതല്ലാതെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കണ്ടസ്റ്റൻസിനെയും ആ ഒരു ഷോയിലേക്ക് കൊണ്ടുവരാറുണ്ട്. എന്തായാലും കഴിഞ്ഞ സീസൺ 6 കഴിഞ്ഞ ശേഷം വലിയൊരു ഗ്യാപ്പ് ഉണ്ടായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മന്തും കാര്യങ്ങളൊന്നും കണക്കൂട്ടിയല്ല പറയുന്നത്, പക്ഷെ എനിക്കെന്തോ ആ ഒരു കഴിഞ്ഞ സീസൺ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നല്ലൊരു ഗ്യാപ്പ് ഫീൽ ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്തായാലും എന്നായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം, അതായത് നമുക്ക് ഡേറ്റും ലോഞ്ച് ഡേറ്റും മറ്റും കാര്യങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഉടൻ തന്നെ നമ്മൾ മലയാളം ബിഗ് ബോസ് ഷോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്ന ആ ഒരു പ്രോമോ എന്തായാലും വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകർ ബിഗ് ബോസിൻ്റെ ഷോയുടെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ള യാതൊരു ഡൗട്ടുമില്ല. തീർച്ചയായും ഓരോ സീസണിലും വ്യത്യസ്തമായ ഓരോ ജോണറും അല്ലെങ്കിൽ ഒരു തീമും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ചില സീസണിൽ പാളി പോകാറുണ്ട്. എന്തായാലും ഈ ഒരു സീസൺ മറ്റു സീസണുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് തീർച്ചയായും വരും ദിവസങ്ങളിൽ പല പ്രോമോസും നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രോമോയിൽ ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു സീസണിലും ഹോസ്റ്റ് എന്നതിൻ്റെ യാതൊരു ക്ലൂവോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പ്രോമോയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ ലാലേട്ടൻ തന്നെ ആയിരിക്കുമോ സീസൺ 7 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും ആക്ടേഴ്സ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. കാരണം നമ്മളെ യൂട്യൂബിൽ ചില വീഡിയോസൊക്കെ കണ്ടിരുന്നു, ഇങ്ങനെ ലാലേട്ടൻ്റെ പകരം വേറൊരു വ്യക്തി ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്പെക്കുലേറ്റീവ് വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് തീർച്ചയായും എല്ലാ സീസണിൻ്റെ മുമ്പ് നമ്മൾ ഇത്തരം വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ എനിക്ക് തീർച്ചയായും ലാലേട്ടൻ തന്നെ ആയിരിക്കും, ലാലേട്ടൻ തന്നെ ആവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ അറൗണ്ട് ഒരു 6 സീസണോളം നമ്മൾ ലാലേട്ടൻ തന്നെയാണ് ആ ഷോയുടെ എന്താ പറയുക ഒരു ബാക്ക് ബോൺ ആയിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മൾ ലാലേട്ടൻ ചില അവസരങ്ങളൊക്കെ നമുക്ക് തോന്നാറുണ്ട് ലാലേട്ടൻ നല്ല ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ഒരു ഇഷ്യൂവിനെ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നിയിരുന്നെങ്കിൽ പോലും തീർച്ചയായും ആ ഒരു ഷോയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മൾ ലാലേട്ടൻ തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ തീർച്ചയായും കഴിഞ്ഞ സീസണിനെക്കാട്ടും മെച്ചപ്പെട്ട ഒരു ഷോ ആക്കി റേറ്റിങ്ങിൽ എല്ലാത്തിലും മെച്ചപ്പെട്ട ഒരു ഷോ ആക്കാനുള്ള തീർച്ചയായും നമ്മൾ അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും പുതിയതായി എന്തെങ്കിലുമൊക്കെ തന്നെ ഈ ഒരു സീസണിൽ കൊണ്ടുവരാൻ തീർച്ചയായും അവർ ശ്രമിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണും നമ്മൾ ഡോക്ടർ റോബിനൊക്കെ ഉണ്ട്, റിയാസ് സലീമും നമ്മളെ മറ്റ് ആ ഒരു സീസണെ തീർച്ചയായും ഇതുവരെ ഒരു സീസണും മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും ബിഗ് ബോസിൻ്റെ ഇതുവരെയുള്ള സീസണിലൊക്കെ തന്നെ മറികടന്ന് നല്ലൊരു സീസൺ ആയിരിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക അനൗൺസ്മെൻറ്റിലൂടെ നമുക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ടിരുന്ന് കാണാം. വരും ദിവസങ്ങളിൽ പല രീതിയിൽ അതിൻ്റെ തീം എന്താ പറയുന്ന രീതിയിലുള്ള പല പ്രോമോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ആരൊക്കെ ആയിരിക്കും എന്നാൽ എന്തെങ്കിലും ഗസ്സസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ പറയണം. ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നതിന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്